ഇവിടുത്തെ സ്പെഷ്യൽ ഡിപ്സിൽ ഇങ്ങനെ ചേർത്തത്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കാൻ തോന്നും ഗൈസ്. ആവി പറക്കുന്ന മസാല ഷവായിയുടെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വമ്പൻ നഷ്ടമാണ് കേട്ടാ. ഇതിൻ്റെ കൂടെ അവർ കൊടുക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇട്ട്, ഇത് മാംഗോ പിക്കിൾ സലാഡാണ് ഗൈസ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഇതൊക്കെ എനിക്ക് ഫുഡ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കൊടുന്ന് വെക്കണതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ റഹ്മാൻ വ്ളോഗർ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം എടപ്പാളാണ്. എടപ്പാളുകാർക്ക് BNTനെ പരിചയപ്പെടുത്തി കൊടുക്കണ്ട. ഇന്ന് നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത്. വാ, അടുത്ത് കൊണ്ടേ കാണിച്ചു കൊടുത്തു. വാ, ഇന്ന് മസാല ഷവായൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട തിരിയണം. 1 2 3. നമ്മൾ ബായി അതിനിങ്ങനെ എടുത്തിട്ട് നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. കണ്ടോ? ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളവിടെ ഇരുന്നാൽ 1 2 3 4 5 ഗൈസ്. ഇയാളാണിത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്ന സ്റ്റൈൽ തന്നെ വേറൊരു ഭംഗിയാണ് ഗൈസ്. ചിക്കൻ ഷവർമ മാസ്റ്ററാണ്. നാം ക്യാ ഭായ്? അധികം ചൂടായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഫോണ് ഹീറ്റാവും. കട്ട് ചെയ്യുന്ന സ്റ്റൈൽ തന്നെ വേറൊരു ഭംഗിയാണ് ഗൈസ്. ഇത് എത്ര കിലോ? 70 കിലോ. ഗൈസ്, അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കുബൂസ് ഉണ്ട്. ഇതാണ് മസാല ഷവായി. ചൂടാണ് ഗൈസ്. കണ്ട, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ കേട്ടാ. ഇതിൻ്റെ കൂടെയുള്ള ഓരോ ഐറ്റംസുകളൊക്കെ ഗൈസ് കണ്ടാ നല്ല ചൂടുള്ളതാണ് ഗൈസ്. ഇതിങ്ങനെ ഇട്ടിട്ട് ഗൈസ് കണ്ട, ഈ സാധനമൊക്കെ അങ്ങനെ കണ്ട ആവി പറക്കുന്ന ചിക്കനാണ് ഗൈസ്. പിന്നെ നമ്മളെ റൈസ്, ഇതൊക്കെ മസാലകളാണ്. ഇത് മയോണിസ്. ഇവിടുത്തെ സ്പെഷ്യൽ കൂട്ടുകളാണ് ഗൈസ്. ഇത് ബീട്രൂട്ടിൻ്റെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കൻ എടുത്ത് ഇങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ ഡിപ്സിൽ ഇങ്ങനെ ചേർത്തത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കാൻ തോന്നും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നോക്ക് ഉണ്ടോ? നല്ല ഉണ്ടോ? നല്ല മുരിഞ്ഞ പീസാണ്. കണ്ടോ? ഇതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ. ഗൈസ്, ആവി പറക്കുന്ന മസാല ഷവായിയുടെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വമ്പൻ നഷ്ടമാണ് കേട്ടാ. ഇതിൻ്റെ കൂടെ അവർ കൊടുക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇട്ട്, ഇത് മാംഗോ പിക്കിൾ സലാഡാണ് ഗൈസ്. ഇതിങ്ങനെ ഇട്ടിട്ട് കേട്ടാ, ഈ അടിപൊളി. വീണ്ടും കഴിക്കാൻ തോന്നും. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, വെറൈറ്റി. നമ്മൾ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടും ഒരു വ്യത്യസ്തത ഉണ്ട് കേട്ടോ ഗൈസ്. ഒരുപാട് സലാഡ് കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ മാംഗോ പിക്കിൾ സലാഡ് വേറെ ലെവലാണ്. ഉണ്ടാവും. ഇത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ കഴിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഷവായും ഒക്കെ എൻ്റെ വീട്ടിൽ കഴിച്ചിരുന്നപ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടിയിരുന്നില്ല. ഒരു വ്യത്യസ്ത രുചിയുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകട്ടെ ഗൈസ്. എന്ത് രസമാണെന്നറിയോ?
ഗൈസ് ഞാനിപ്പോൾ കഴിച്ചതൊന്നൊന്നുമല്ല. കണ്ട ഇതാണ് കഴിപ്പ്. ഫുഡ് ബ്ലോഗ് ചെയ്യണതിന് അനസിനെ കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ്. ഇതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് കണ്ട. എല്ലാവരും വരിക. എടപ്പാള് റോഡിന് നല്ല അടിപൊളി TMT നല്ല ഇതുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ കഴിക്കാം. ഇതൊക്കെ ആര് തിന്നു വെച്ചിട്ടപ്പോ? ഇതൊക്കെ തിന്നൂലേ? ആൾക്കാർക്കേ ഇത്രയും ഓർഡർ ചെയ്തിട്ട് കണ്ണു നോക്കുക നമ്മളെ. ഇതൊക്കെ കഴിക്കണം. ആ KFC എടുത്തിട്ട് കാണിച്ചു കൊടുത്താല പീസ് പാത്രത്തിൽ. നല്ല മിനിറ്റ് ഗൈസ് ഇങ്ങനൊക്കെ എടുത്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ രസമല്ലേ ഇങ്ങനെ ഗൈസ്. ഉണ്ടോ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ ഒരു വൈബ് ഉണ്ടല്ലോ. ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? കണ്ട ഗൈസ് കണ്ട ഇങ്ങനൊക്കെ കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മസാല ഷവായി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഴിക്കണേ? വെറൈറ്റി ടേസ്റ്റാണ് ഗൈസ്. കണ്ട അടിപൊളിയാണ് അടിപൊളി. കണ്ട എൻ്റെ കഴിഞ്ഞു. ഇയാളിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. കണ്ട ഇതെന്താ ഇതൊക്കെ ബാക്കി വെച്ചിക്കണ്? അത് കഴിക്കോ ഇനി? ഇത് ഇരിക്കണ ബാക്കി. ഓ വലിയ പീസൊക്കെ എടുത്തിട്ടാ കയ്യിൽ വെച്ചിക്കണം. കടിക്കണ കാണിച്ചു കൊടുക്കുന്ന കണ്ട ആ മാംഗോ പിക്കിൾ സലാഡിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കൈ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും.